എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. അപ്പോൾ തേങ്ങയും മുളകും ഉള്ളിയും എല്ലാം കൂടി ചുട്ട് അരച്ചെടുത്ത ചമ്മന്തിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങയുണ്ട്. അപ്പോൾ അത് സ്റ്റവ് ഓണാക്കി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചിരട്ട പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് തിരിച്ചും മറിച്ചും വെച്ച് 2 മിനിറ്റോളം ഇങ്ങനെ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഈസി ആയിട്ട് തന്നെ ചിരട്ടയിൽ നിന്നും ഈ തേങ്ങ ഇളക്കിയെടുക്കാൻ പറ്റും. ഇതാ ഈ ഒരു രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 2-3 കഷ്ണങ്ങളാക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കണം. ഫ്ലെയിമിലേക്ക് കാണിച്ചു കൊടുത്ത് പപ്പടക്കമ്പിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തിയതിന് ശേഷം ഫ്ലെയിമിലേക്ക് നേരിട്ട് കാണിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമുക്ക് അടുപ്പും കനലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. ഇനി എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്ന് പപ്പട കമ്പിയിലേക്ക് ഒന്ന് കോർത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. മുളക് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് അത് ഇളക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് കളറ് മാറി ഒരു ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും അത് മാറ്റിയെടുക്കാം. ഇനി ഇതാ ഒരു 3 ചെറിയ ഉള്ളിയുണ്ട്, 2 വെളുത്തുള്ളിയുണ്ട്. അതും ഇതേപോലെ തീയിലേക്ക് കാണിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഉള്ളി കുറച്ച് സമയം എടുത്താലേ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത്രയും സമയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇതേപോലെ ഈ ഒരു കളറാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. പിന്നീട് നന്നായി തണുത്തതിന് ശേഷം പപ്പട കമ്പിയിൽ നിന്നും അതും ഇളക്കി മാറ്റാം. ഇനി ഇതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 10 കുരുമുളക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വിറകടുപ്പാണെങ്കിൽ ചുട്ടെടുക്കുന്നതെല്ലാം അടുപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലതും ടേസ്റ്റും. അപ്പോൾ ഇതാ കുരുമുളകും കറിവേപ്പിലയും നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതും അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പുളി എത്രയാണെന്ന് വെച്ചാൽ അത് അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് കിട്ടട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതാ ചുട്ടെടുത്ത തേങ്ങാ കഷ്ണങ്ങളുടെ പുറത്തൊക്കെ ചെറിയ ചെറിയ കരിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ഒന്നൊരു കത്തി ഉപയോഗിച്ചൊന്ന് ചുരണ്ടിയെടുത്ത് മാറ്റാം. ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ കറുപ്പ് ഇരുന്നാൽ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് കറുത്ത ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതേപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഓരോന്ന് ചുട്ടെടുത്ത് ഓരോന്നും ഇട്ട് കൊടുക്കാം. മുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും കറിവേപ്പിലയും പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരകല്ലിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ സാഹചര്യം അതല്ലാത്തത് കൊണ്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അടുത്തത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി പകുതി പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. തോല് കുറച്ചധികം ചെത്തി കളയണം. മുള്ളിരിക്കുന്ന ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പുളിശ്ശേരി വയ്ക്കാനൊക്കെ പൈനാപ്പിൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇനി ഇതിനെ ഒന്ന് മുറിച്ചിട്ട് അതിന് ഉള്ളിലുള്ള പൂഞ്ഞ് കട്ട് ചെയ്ത് കളയണം. ഇതേപോലെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ 4 5 ആയിട്ട് കീറിയതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുക്കാം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം കറി വയ്ക്കുന്ന സമയത്ത് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എടുത്ത പൈനാപ്പിളെല്ലാം ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. കട്ട് ചെയ്ത സമയത്ത് അതിൽ നിന്ന് ജ്യൂസൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേവിക്കാൻ വെക്കാം. അത് വേകുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ആവശ്യമുള്ള തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് വേകാൻ വെച്ചിരുന്ന പൈനാപ്പിൾ ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കുത്തി ഉടച്ചൊക്കെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പം തൈര് ചേർക്കുമ്പോൾ നമ്മൾ തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം അരയ്ക്കുമ്പോൾ തേങ്ങയിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാൻ. പുളി നോക്കിയതിന് ശേഷം നന്നായിട്ട് പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാകും. അത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. തിളച്ച് പോയാൽ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ അത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കറി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി താളിക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നെയ്യിലാണ് താളിച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നെയ്യുടെ മണമൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. 1 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് ചക്കക്കുരുവിൻ്റെ പാട കൊണ്ട് തയ്യാറാക്കിയൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത്രയും ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള പാടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കട്ടിയുള്ള ചവണിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാടയുടെ പുറത്ത് ഇതേപോലൊരു കട്ടിയുള്ള ഭാഗം കാണാം. അത് നല്ലതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. ഇതിന് പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും അറിയപ്പെടുന്നത്. ഞങ്ങളിവിടെയൊക്കെ ചക്ക ചവണിയെന്നും പാടയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതേപോലെ ഒരു 10, 20, 25 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ പീസസ് ആയിട്ട് കീറിയെടുക്കാം. ഈ മെഴുക്ക് പുരട്ടിക്ക് സവാളയേക്കാൾ നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ്. അപ്പോൾ അത് ചെറിയ ഉള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മഷ്റൂമൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയായിരിക്കും ഇത് വേവിച്ചെടുക്കുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ചെറിയ ഉള്ളിയെല്ലാം ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചക്കക്കുരു പാട എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ആകാം. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി കട്ട് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കാം. ചെറിയ ഉള്ളി ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ആ സമയമാകുമ്പോഴേക്കും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തോളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 7-8 മിനിറ്റോളം വേണ്ടി വരും ഇത് സിമ്മിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ. ഇപ്പോൾ ഇത് നന്നായി പരുവായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള ചക്കക്കുരു പാട മെഴുക്ക് പുരട്ടി. ഇത് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.